എല്ലാവർക്കും വീണ്ടും നമസ്കാരം. കഴിഞ്ഞ വീഡിയോയിൽ നിർത്തിയിടത്ത് നിന്ന് തന്നെ തുടങ്ങാമെന്ന് കരുതുന്നു. അങ്ങനെ ഞാൻ ജപ്പാനിൽ ഒരു നേപ്പാൾ ഇന്ത്യൻ റെസ്റ്റോറൻറ്റ് കുമാരി കറിയിൽ അങ്ങനെ എൻ്റെ ജീവിതം ജോലി ആയിട്ട് അവിടെ റെസ്റ്റോറൻറ്റിൻ്റെ മാനേജരായിട്ട് ഞാൻ ജോലിയിൽ ചേർന്നു. ആ ജോലി എനിക്ക് വളരെ സന്തോഷകരമായിട്ട് ഏതാണ്ട് 2 വർഷക്കാലം അവിടെ ചെയ്യുവാൻ സാധിച്ചു. ആ സമയത്തുണ്ടായ നിരവധി അനുഭവങ്ങൾ, എനിക്ക് ആ സമയത്ത് നിരവധി നല്ല സുഹൃത്തുക്കളെ, ജപ്പാൻ സുഹൃത്തുക്കളെ പലരെയും കിട്ടിയത് ആ കുമാരിക്കറിയിൽ ഞാൻ ആ റെസ്റ്റോറൻറ്റിൽ ജോലി ചെയ്തുകൊണ്ടിരുന്ന സമയത്താണ്. ഞാൻ ഓർക്കുന്നു, ഞാനന്ന് കുമാരിക്കറിയുടെ അസഗയായിലുള്ള ബ്രാഞ്ചിൽ ജോലി ചെയ്യുമ്പോൾ അവിടെ വെച്ച് പരിചയപ്പെട്ട ഹിരോമി മരിഹാശി കേരളത്തിൽ നമ്മുടെ കലാമണ്ഡലത്തിൽ ഏതാണ്ട് 10 വർഷത്തോളം പോയി മോഹിനിയാട്ടം പരിശീലിച്ച്, മോഹിനിയാട്ടവും അതുപോലെ കേരളത്തിൻ്റെ തനതായ പല കലാരൂപങ്ങളിലും ആകൃഷ്ടയായി കഥകളിയും കളരിപ്പയറ്റും ഒക്കെ അതിനിടയിൽ അവർ പരിശീലിക്കുകയുണ്ടായി. എന്നാൽ മോഹിനിയാട്ടത്തിലാണ് അവർ സ്പെഷ്യലൈസ് ചെയ്തത്. അങ്ങനെ മോഹിനിയാട്ടം പഠിച്ച ഒരു ഹിരോമി മരിഹാശി സാനുമായിട്ട് എനിക്ക് പരിചയപ്പെടാൻ കഴിഞ്ഞത് കുമാരിക്കറിയിൽ ജോലി ചെയ്യുന്ന സമയത്താണ്. അവരുമായിട്ട് അന്ന് തുടങ്ങിയ ആ പരിചയവും സൗഹൃദവും ഇന്നും അഭംഗുരം തുടരുകയാണ്. അതുപോലെ തന്നെ മലയാളം വളരെ താല്പര്യത്തോടു കൂടി പഠിക്കുവാനായിട്ട് വന്നിരുന്ന ഒരു യുയിച്ചി തെരേദ എന്ന ഒരു യുവാവ്, അദ്ദേഹം എന്നെ ആദ്യം പരിചയപ്പെടുന്ന സമയത്ത് തമിഴ് സംസാരിക്കുമായിരുന്നു. അപ്പോൾ അത് എങ്ങനെ പഠിച്ചു എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹത്തിന് ഇന്ത്യയോടും ഇന്ത്യയുടെ ഭാഷകളോടുമൊക്കെയുള്ള താല്പര്യം കാരണം തനിയെ പഠിച്ചതാണ്. അങ്ങനെ പിന്നീട് ഞാൻ അദ്ദേഹത്തെ മലയാളം പരിശീലിപ്പിക്കുവാൻ തുടങ്ങി. തമിഴും മലയാളവുമായിട്ടുള്ള സാമ്യം കാരണം അദ്ദേഹത്തിന് വളരെ വേഗം തന്നെ അങ്ങനെ മലയാളവും പഠിച്ചെടുക്കുവാൻ കഴിഞ്ഞു. അങ്ങനെ അദ്ദേഹവുമായിട്ട് പരിചയപ്പെടുവാൻ കഴിഞ്ഞതും കുമാരിക്കറിയിൽ ജോലി ചെയ്യുന്ന സമയത്താണ്. അതുപോലെ തന്നെ ഞാൻ അവിടെ ജോലി ചെയ്യുന്ന സമയത്ത് എല്ലാ വർഷവും എല്ലാ ക്രിസ്മസ് സമയത്തും ഞാൻ അവധിക്ക് ബാംഗ്ലൂരിലുള്ള എൻ്റെ ഭവനത്തിൽ വന്ന കുട്ടികളും ഭാര്യയുമായിട്ട് അവധിക്കാലം ചിലവഴിക്കുവാനായിട്ട് ഞാൻ വന്നിരുന്നു. അങ്ങനെ വരുന്ന സമയത്ത് തന്നെയാണ് ഞാൻ ബാംഗ്ലൂരിൽ അന്ന് ഞങ്ങൾ വാടകയ്ക്ക് താമസിക്കുകയായിരുന്നു. അവിടെ നിന്ന് മാറി സ്വന്തമായിട്ട് ഒരു വീട് രാജരാജേശ്വരി നഗറിൽ തന്നെ ഐഡിയൽ ഹോംസ് ഗഗൻ വിഹാറിൽ ഒരു അപ്പാർട്ട്മെൻറ്റിൽ സ്വന്തമായിട്ട് വീട് വാങ്ങുവാനുള്ള ഒരു തീരുമാനമെടുക്കുന്നു. അപ്പോൾ അതിനുള്ള ലോണും കാര്യങ്ങളുമൊക്കെ കരസ്ഥമാക്കുവാൻ ബാങ്ക് ലോണ് ബാങ്കിൽ നിന്ന് ലോൺ എടുക്കുവാനൊക്കെയുള്ള പേപ്പർ വർക്കുകളെല്ലാം നടത്തിയത് ഞാൻ ജപ്പാനിൽ ഒരു റെസ്റ്റോറൻറ്റിൽ മാനേജരായിട്ട് ജോലി ചെയ്യുന്നു എന്നുള്ള സർട്ടിഫിക്കറ്റുകളും അതൊക്കെ ഹാജരാക്കിയ ശേഷമാണ്. അങ്ങനെ ആ ഒരു വീട് അങ്ങനെ ബാംഗ്ലൂരിൽ സ്വന്തമായൊരു ഭവനം എന്ന എല്ലാവർക്കുമുള്ള ഒരു സ്വപ്നമാണല്ലോ സ്വന്തമായിട്ട് ഉള്ള ഒരു ഭവനം. അങ്ങനെ ആ സമയത്ത് തന്നെയാണ് ഞാൻ സ്വന്തമായിട്ട് ബാംഗ്ലൂരിൽ ഒരു വീട് വാങ്ങുന്നത്. അങ്ങനെ കുട്ടികളെ അവിടെ വീട്ടിലാക്കുന്നു. ഞാൻ ഈ ഓണക്കാലത്ത് ക്രിസ്മസ് കാലത്ത് മാത്രം ഒരു ക്രിസ്മസ് പപ്പായായിട്ട് സാന്തായായിട്ട് എത്തുന്ന ആളായിട്ടാണ് എൻ്റെ കുട്ടികൾ അന്ന് ധരിച്ചിരുന്നത്. കാരണം അന്ന് ക്രിസ്മസിന് പലപ്പോഴും ജപ്പാനിൽ നിന്നുള്ള പല സമ്മാനപ്പൊതികളും ഒക്കെ ആയിട്ടായിരിക്കും ഞാൻ അവധിക്കാലത്ത് അവിടെ എത്തുന്നത്. ഞാൻ ഓർക്കുന്നു, അന്ന് എൻ്റെ ഇളയ മോന് വളരെ ചെറുതാണ്, അവന് കാര്യങ്ങളൊന്നും അപ്പോൾ ഇളയ മോൻ ആനന്ദ് വളരെ വളരെ സന്തോഷത്തോടു കൂടി ഞാൻ ചെന്നപ്പോൾ അവൻ്റെ ചേട്ടന്മാരോട് ജിക്കുവിനോടും ഹിരോക്കിയോടും പറയുകയാണ്, അച്ചാച്ചൻ, എന്നെ അച്ചാച്ചൻ എന്നാണ് പിള്ളേർ വിളിക്കുന്നത്, അച്ചാച്ചൻ ഒരു നല്ല മനുഷ്യനാണല്ലേ, എല്ലാ പ്രാവശ്യവും വരുമ്പോൾ നമുക്ക് എന്ത് സമ്മാനങ്ങളാണ് കൊണ്ടുവരുന്നത്, എന്തേലും സാധനങ്ങളാണ് കൊണ്ടുവരുന്നത്, ഒരു നല്ല മനുഷ്യനാണല്ലേ അച്ചാച്ചന്. അപ്പോൾ എൻ്റെ മൂത്ത കുട്ടികൾ പറയുന്നു, അത് നമ്മുടെ ഫാദർ ആയതുകൊണ്ടല്ലേ, നമ്മുടെ പിതാവായതുകൊണ്ടാണ്, ഫാദർ ആയതുകൊണ്ടാണ് അച്ചാച്ചൻ ഇതെല്ലാം കൊണ്ടുവരുന്നത്. അപ്പോഴാണ് ഇളയ കുട്ടി, അച്ചാച്ചൻ നമ്മുടെ ഫാദറാണോ? അപ്പം ഷിജോ പാപ്പനല്ലേ നമ്മുടെ ഫാദർ. എൻ്റെ അനുജന് ഷിജോ, അവന് അന്ന് ആ സമയത്ത് ബാംഗ്ലൂരിൽ മെയിൽ നഴ്സിംഗ് ചേർന്ന് അവിടെ ബിടുതിയിൽ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിക്കുന്ന സമയമാണ്. അപ്പോൾ അവനാണ് എപ്പോഴും വീട്ടിൽ വന്ന് വീട്ടിലെ കാര്യങ്ങൾക്കെല്ലാം എപ്പോഴും സഹായിക്കുകയും കുട്ടികളെയെല്ലാം പുറത്ത് കൊണ്ടുപോവുകയും കളിപ്പിക്കുകയും എല്ലാം ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ഇളയ മോൻ്റെ ധാരണ, എൻ്റെ അനുജനാണ് പിതാവ്, എല്ലാ വീടുകളിലും പിതാക്കന്മാരും ഉണ്ട്, കുട്ടികളെ എപ്പോഴും ശുശ്രൂഷിക്കുകയും അവരുടെ കൂട്ടത്തിൽ എപ്പോഴും ഉള്ളത് പിതാക്കന്മാരാണല്ലോ. അപ്പം എൻ്റെ അനുജൻ ഷിജോയെ പാപ്പ എന്നാണ് വിളിക്കുന്നത്, ഷിജോ പാപ്പനാണ് അല്ലേ പിതാവ് എന്ന് വളരെ ആശ്ചര്യത്തോടു കൂടി ചോദിച്ചത് വലിയൊരു തമാശയായിപ്പോയി അന്ന്. എന്തായാലും അങ്ങനെയായിരുന്നു ഞങ്ങളുടെ ആ ഒരു കാലത്തെ ജീവിതം. ഞാൻ അവധിക്കാലത്ത് മാത്രം ചെല്ലുന്ന ഒരു സാന്തായിട്ട്, ക്രിസ്മസിന് ചെല്ലുന്ന ഒരു സാന്തായിട്ട് അങ്ങനെ അവധിക്കാലം തള്ളിവിട്ടു.
ആ സമയത്തുണ്ടായ ഒരു വേദനിക്കുന്ന ഒരു അനുഭവം എന്ന് പറയുന്നത് ഞങ്ങളുടെ രണ്ടാമത്തെ മോന് ഹിരോക്കിയുടെ ഒരു ഏറ്റവും ഉറ്റ ചങ്ങാതിയും ഒരു സഹപാഠിയുമായിരുന്ന ഒരു ഹസീൽ എന്ന് പറഞ്ഞ ഒരു കുട്ടി, ആ കുട്ടിക്കുണ്ടായ ഒരു അപകട മരണം. അതും ആ സമയത്ത് ഞാൻ അവധിക്ക് അവിടെ ചെല്ലുന്ന സമയത്താണ്. എല്ലാ ദിവസവും കലാലയം വിട്ട് സ്കൂളിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ നേരെ ആ കുട്ടി ഞങ്ങളുടെ വീട്ടിലേക്കാണ് ഓടി വരുന്നത്. കാരണം ഒരു ഒറ്റമോൻ കുട്ടിയാണ്. ആ വീട്ടിൽ ഒരു നോർത്ത് ഇന്ത്യൻ ഫാമിലിയാണ്, അവർക്ക് ഉള്ള ഏക കുട്ടിയാണ്. അപ്പോൾ ഞങ്ങളുടെ വീടിന് അടുത്ത് തന്നെയാണ് ആ കുട്ടിയും താമസിക്കുന്നത്. അപ്പോൾ വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ, ക്ലാസ് കഴിഞ്ഞ് വീട്ടിൽ ചെന്നാൽ ഉടനെ ഞങ്ങളുടെ വീട്ടിലേക്കാണ് ഓടി വരുന്നത്. ഹിരോക്കി എന്ന് വിളിച്ച് ഓടി വന്ന് ഹിരോക്കിയുടെ കൂട്ടത്തിൽ കളിക്കുന്ന ആ ഒരു ദിനചര്യയായിരുന്നു അവനുണ്ടായിരുന്നത്. അങ്ങനെ ആ ദിവസവും അവനെ കളിക്കാൻ വന്നു. നേരം വൈകുന്നിടം വരെ, ഇരുളുന്നത് വരെയും വീട്ടിൽ ഒരുമിച്ച് കളിച്ചു. കളിയെല്ലാം കഴിഞ്ഞിട്ട് ഇവന് തിരികെ വീട്ടിലേക്ക് പോകുന്നു, പതിവ് പോലെ തന്നെ വീട്ടിലേക്ക് പോകുന്നു. എന്നാൽ രാത്രിയേറെ വൈകിയിട്ടും, രാത്രി സാധാരണ തിരിച്ചെത്തേണ്ട സമയമായിട്ടും കുട്ടി എത്താത്തതിനാൽ മാതാപിതാക്കൾ വീട്ടിൽ അന്വേഷിച്ചു വരുമ്പോൾ ഞങ്ങൾക്കും ആശ്ചര്യമായി. അപ്പോൾ വേറെ ഏതെങ്കിലും പോകാൻ സാധ്യതയുള്ള അടുത്തുള്ള വീടുകളിലുമെല്ലാം ഞങ്ങൾ തിരഞ്ഞു. അപ്പോൾ ആ വീടുകളിൽ ഒന്നും എത്തിയിട്ടില്ല. അപ്പോൾ എല്ലാവർക്കും ആകെ അങ്കലാപ്പായി. അങ്ങനെ അന്വേഷണം ഞങ്ങൾ പല സ്ഥലങ്ങളിലേക്ക് വ്യാപിപ്പിച്ചു. അങ്ങനെ കുറേ സമയം നടത്തുമ്പോഴാണ് ഞങ്ങളുടെ വീടിനടുത്ത് തന്നെയായിട്ട് അവിടെ ഒരു പുതിയൊരു വീട് പണിയുന്നതിന് വേണ്ടി ഉള്ള ഒരുക്കങ്ങൾക്കായിട്ട് അവിടെ ഒരു വാട്ടർ ടാങ്ക്, വെള്ളം നമ്മുടെ ഇവിടെ സാധാരണ വീട് പണിയുമ്പോൾ വെള്ളം ശേഖരിക്കാൻ വേണ്ടി ചെറിയ ടാങ്കുകൾ രീതിയിൽ മുറ്റത്ത് തന്നെ പണിസ്ഥലത്ത് ഉണ്ടാക്കിയിടുന്ന പതിവുണ്ടല്ലോ. അങ്ങനെ ഒരു വെള്ളം ശേഖരിക്കുന്നതിന് വേണ്ടി ഉണ്ടാക്കിയിട്ടിരുന്ന ഒരു ടാങ്ക്, ഒരു വെള്ളത്തിൻ്റെ ഒരു കുഴി, ഒരു ടാങ്ക് പോലെ തന്നെ അതിൻ്റെ പരിസരത്ത് ചെരുപ്പ് കിടക്കുന്നത് കണ്ടു, ഒരു കുട്ടിയുടെ ചെരുപ്പ് കിടക്കുന്നത് കണ്ടു. അപ്പോൾ പെട്ടെന്ന് ഞങ്ങൾ ചെരുപ്പ് അവിടെ കണ്ടത് നോക്കുമ്പോൾ കുളത്തിൽ ടാങ്കിന് ഉള്ളിൽ ഒരു പന്തുകൊണ്ട്, അന്ന് കുട്ടിയുടെ കൂട്ടത്തിൽ വീട്ടിൽ വന്ന് കളിച്ചുകൊണ്ടിരുന്ന ആ ഒരു പന്തുകൊണ്ട് അവിടെ ഈ വെള്ളത്തിൽ മുങ്ങി കിടക്കുന്ന ഇവൻ്റെ ഈ അസീൽ എന്ന് പറയുന്ന കുട്ടിയുടെ ശരീരവും. അതൊരു വലിയ വേദനിപ്പിക്കുന്ന നൊമ്പരപ്പെടുത്തുന്ന ഒരു സംഭവമായിപ്പോയി. അവരുടെ ഏക സന്തതിയായിരുന്നു. ഞങ്ങൾ ആ കുട്ടിയെ അങ്ങനെ ഇവിടുത്തെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയപ്പോഴേക്കും കുട്ടി അപ്പോഴേക്കും മരിച്ചു കഴിഞ്ഞിരുന്നു. അപ്പോൾ അത് രാത്രിയിലാണ് സംഭവിക്കുന്നത്. അപ്പോൾ എൻ്റെ മോന് വിവരങ്ങളൊന്നും അറിയില്ല. അപ്പോൾ നേരം വെളുത്ത് ഞങ്ങൾ അവരുടെ വീട്ടിൽ പോയി കാര്യങ്ങൾ കുട്ടിയുടെ സംസ്കാര ചടങ്ങുകളെല്ലാം കഴിഞ്ഞു. അപ്പോൾ എൻ്റെ മോന് വളരെ പുള്ളിക്ക് ഹസീലെ കൂട്ടുകാരൻ എവിടെ പോയി എന്നറിയാൻ വേണ്ടി ഭയങ്കരമായ താല്പര്യത്തിൽ എന്നോട് എവിടെ പോയി, മോനെന്തിയെ, ഹസീൽ അവനെ കൂട്ടുകാരൻ എന്ത് പറ്റി, അപ്പോൾ മരിച്ചുപോയി ഇങ്ങനെ എന്ന് പറഞ്ഞു. അപ്പോൾ മരിച്ചുപോയി എന്ന് പറയുമ്പോൾ ഇത് എന്താണ് എന്ന് മോനെ പറഞ്ഞ് മനസ്സിലാക്കാൻ നമുക്ക് പറ്റുന്നില്ല. അപ്പോൾ അതിനെ ഞാൻ എളുപ്പത്തിന് പറഞ്ഞു, അവൻ ഹിരോച്ചൻ്റെ കൂട്ടുകാരന് ഹസീൽ ദൈവത്തിൻ്റെ അടുത്തേക്ക്, സ്വർഗത്തിലേക്ക് പോയതാണ്. അപ്പോഴേക്കും അവന് വളരെ താല്പര്യപൂർവ്വം പറയുകയാണ്, അച്ചാച്ചാ എനിക്കും സ്വർഗത്തിലേക്ക് പോകണം, എനിക്കും ഹസീലിൻ്റെ അടുത്തേക്ക് പോകണം, സ്വർഗത്തിലേക്ക് പോകണമെന്ന്. അത് ഞങ്ങൾക്കെല്ലാവർക്കും ഒരു വലിയ വേദനയുണ്ടാക്കിയ ഒരു അനുഭവമായിരുന്നു. അങ്ങനെ ഞാൻ തിരികെ ഇങ്ങോട്ട് ജപ്പാനിലേക്ക് പോരുമ്പോഴെല്ലാം വിങ്ങുന്ന ഓർമ്മകളുമായിട്ടാണ്. കാരണം അവിടെ പലപ്പോഴും നമ്മുടെ നാട്ടിൽ ഇവിടെ മനുഷ്യജീവന് കൊടുക്കുന്ന വില, അത് ആ സംഭവം ഉണ്ടായതിൻ്റെ ഉടൻ തന്നെ അവിടെ മുനിസിപ്പാലിറ്റി അധികൃതരും ആളുകളും പോലീസും എല്ലാം വന്നു. ആ കുളം ഉടൻ തന്നെ അവർ പലകയിട്ട് മൂടി, ഇനി ജോലി സമയം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉടൻ അവിടെ മൂടാനുള്ള നിർദ്ദേശങ്ങളും എല്ലാം നൽകി. അതുമുതൽ അവിടെ കാര്യങ്ങളെല്ലാം വളരെ ഭംഗിയായിട്ട് മുന്നോട്ട് പോകുന്ന രീതിയിൽ ഒരു കാര്യങ്ങൾ ചെയ്തു. പക്ഷേ അവിടെയെല്ലാം ഒരു അപകടങ്ങൾ സംഭവിച്ച് ഇതുപോലെയുള്ള ദുരന്തങ്ങൾ ഉണ്ടായ ശേഷമാണ് ഇത്തരം നടപടികളിലേക്ക് പോകുന്നത് എന്നത് വളരെ വേദനാജനകമാണ്. ഇവിടെ ജപ്പാനിലൊന്നും അത്തരം അപകടങ്ങൾ കാണാറില്ല. ഇവിടെയും അപകടങ്ങൾ സ്വാഭാവികമായിട്ടും ഉണ്ടാകാം. പക്ഷേ മനുഷ്യജീവന് വളരെ പരിഗണന നൽകുന്ന, അതവർക്ക് ഇത്തരത്തിലുള്ള യാതൊരു അപകടവും ഉണ്ടാകാത്ത വിധത്തിലാണ് ഇവിടെയുള്ള കൺസ്ട്രക്ഷൻ മേഖലകളും അതുപോലെ എല്ലാ പൊതുമേഖലകളിലുമെല്ലാം ഗവൺമെൻറ്റും അതുപോലെ മനുഷ്യരെ എല്ലാവരും ആ രീതിയിലാണ് ശ്രദ്ധിച്ച് മുന്നോട്ട് പോകുന്നത്. അങ്ങനെ ഞാൻ ആ വേദനയും പേറി അന്നത്തെ അവധിക്കാലം കഴിഞ്ഞ് ഞാൻ തിരിച്ച് ജപ്പാനിലേക്ക് മടങ്ങിയത് ഞാൻ ഓർക്കുകയാണ്. അങ്ങനെ വീണ്ടും ഈ 2 വർഷക്കാലത്തെ ഈ കുമാരിക്കറിയിലെ ആ ജീവിതം, ആ സമയത്ത് പലപ്പോഴും പ്രസ്ഥാനത്തിൻ്റെ പ്രവർത്തനങ്ങൾ എനിക്ക് കൂടുതൽ ഇവിടെ ജപ്പാനിൽ ചെയ്യുവാൻ ഒട്ടും അവസരവുമുണ്ടായിരുന്നില്ല. എൻ്റെ കൂട്ടത്തിൽ അന്ന് ജോലി ചെയ്തിരുന്നവർ എല്ലാവരും നേപ്പാൾ ആളുകളാണ്. ആ നേപ്പാൾ ആളുകളുമായിട്ട് വളരെ സൗഹൃദം പങ്കുവെച്ച്
ജീവിച്ച ആ ഒരു സമയം, അന്ന് പരിചയപ്പെട്ട ഒരു ജപ്പാൻ സുഹൃത്ത്, ഒരു നെയോസാൻ, അദ്ദേഹത്തെയും ഞാൻ ഓർക്കുകയാണ്. അദ്ദേഹം ഒരു ഞാൻ പരിചയപ്പെടുന്ന സമയത്ത് ഒരു 70-ന് മുകളിൽ പ്രായമുണ്ട്. അദ്ദേഹവും ഒരിക്കൽ മാത്രം ഇന്ത്യയിൽ പോയി, ചെറുപ്പകാലത്ത് ഇന്ത്യയിൽ പോയി, നോർത്ത് ഇന്ത്യയിലാണ് എല്ലാം സഞ്ചരിച്ച് ഇന്ത്യയോടുള്ള ആ ഒരു വലിയ സ്നേഹം, ഇന്ത്യ എന്ന് പറയുന്നത് അദ്ദേഹത്തെ സംബന്ധിച്ചൊരു വലിയ ഒരു ഇന്ത്യയാണ് യഥാർത്ഥ ലോകത്തിൻ്റെ മോഡൽ എന്നും ഇന്ത്യയ്ക്ക് ഇനി ഭാവിയുള്ളൂ എന്നെല്ലാം വിശ്വസിക്കുന്ന ഒരു നെയോസാൻ. അദ്ദേഹം ഞാനുമായിട്ട് പരിചയപ്പെട്ട ശേഷം ഏതാണ്ട് ദിവസങ്ങൾ, എല്ലാ ദിവസവും എന്ന പോലെ കടയിൽ വരും ഭക്ഷണം കഴിക്കുവാനായിട്ടും എന്നോട് സംസാരിക്കുവാനായിട്ടും. അദ്ദേഹവും ഇതുപോലെ ഒരു ദിവസം വളരെ പെട്ടെന്ന്, വളരെ അടുത്ത പരിചയമെല്ലാം ആയ ശേഷം, വളരെ നാളുകൾക്കുള്ള സൗഹൃദത്തിന് ശേഷം ഒരിക്കലും അദ്ദേഹത്തെ പറ്റി വിവരം ഇല്ലാതെ പോകുന്നു. അദ്ദേഹത്തെ ഇവിടെ അങ്ങനെ പലപ്പോഴും സംഭവിക്കാറുണ്ട്. ഒറ്റയ്ക്ക് താമസിക്കുന്നയാളായിരുന്നു. അദ്ദേഹത്തിന് വേറെ കുടുംബാംഗങ്ങൾ ആരുമില്ലായിരുന്നു. അദ്ദേഹത്തെ കുറിച്ച് യാതൊരു വിവരവുമില്ല. അദ്ദേഹത്തെ കാണാതെ പോകുന്നു. അതിനുശേഷം പോലീസിലും മറ്റൊക്കെ അന്വേഷിച്ച് അദ്ദേഹത്തിന് ഒരു ഗേൾ ഫ്രണ്ട് ഉണ്ടായിരുന്നു, പ്രായം ചെന്ന തന്നെ ഒരു ഗേൾ ഫ്രണ്ട്. അവരും ഞങ്ങളുമെല്ലാം കൂടി ഒരുപാട് അന്വേഷിച്ചു. പക്ഷേ അദ്ദേഹത്തെ പറ്റി യാതൊരു വിവരവും ഇന്നുവരെയും യാതൊരു വിവരവും കിട്ടിയിട്ടില്ല. അങ്ങനെയുള്ള വളരെ പെട്ടെന്ന് അപ്രത്യക്ഷമായ ഒരു ചങ്ങാതി. അതും ഞാൻ ഈ കുമാരിക്കറിയിൽ ജോലി ചെയ്യുന്ന സമയത്താണ്. അവിടെ ഉണ്ടായിരുന്ന മറ്റ് സ്റ്റാഫ് അംഗങ്ങൾ, അവർ ഇന്ത്യക്കാരായിട്ടുള്ള മെയിൻ ഷെഫ് ഉണ്ടായിരുന്നുവെങ്കിലും കൂടുതൽ ആളുകളും നേപ്പാളിൽ നിന്നുള്ളവരായിരുന്നു. നേപ്പാളിൽ നിന്നുള്ള വിദ്യാർത്ഥികൾ പലരും അവിടെ വന്ന് പാർട്ട് ടൈം ജോലിക്ക് വന്നിരുന്നു. അവിടെ മൊത്തോയവാത്ത എന്ന ഇച്ചിക്കാവായ്ക്കടുത്തുള്ള റെസ്റ്റോറൻറ്റിലാണ് ഞാൻ മാനേജരായിട്ട് കൂടുതൽ കാലം ജോലി ചെയ്തത്. അങ്ങനെ 2 വർഷക്കാലം ഞാൻ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ എന്നെ എങ്ങനെയെങ്കിലും ഇന്ത്യയിൽ കുടുംബം, ഞാൻ ഇന്ത്യയിലായതുകൊണ്ട് കുടുംബവുമായിട്ട് വേറിട്ട് നിൽക്കുന്നു എന്നത് പ്രസ്ഥാനത്തിലെ നേതാക്കളെ സംബന്ധിച്ച് വളരെ വേദനയുളവാക്കുന്ന കാര്യമായിരുന്നു. അപ്പോൾ ഞങ്ങൾക്ക് സാമ്പത്തിക കാര്യങ്ങൾക്ക് മറ്റു മാർഗ്ഗമില്ലാത്തതിനാണ് ഞാൻ വീട്ടിൽ നിന്ന് മാറി നിന്ന് ഇങ്ങനെ ജോലി ചെയ്യുന്നത്. അതും അവർക്കറിയാമായിരുന്നു. അപ്പോൾ എങ്ങനെയും തിരികെ ഇന്ത്യയിലേക്ക് എന്നെ എത്തിക്കുക എന്നുള്ള ആഗ്രഹം പ്രസ്ഥാനത്തിൻ്റെ നേതാക്കൾക്ക് അന്ന് അവരുടെ ഉള്ളിലുണ്ടായിരുന്നു. അന്ന് എൻ്റെ ഭാര്യയെ പ്രസ്ഥാനത്തിലേക്ക് കൈപിടിച്ചു കൊണ്ടുവന്ന ഒരു സപ്പോറോയിലുള്ള ഒരു പ്രസ്ഥാനത്തിലെ അംഗം, അദ്ദേഹം ഞങ്ങൾക്ക് അന്ന് ഒരു കൊറിയൻ കമ്പനിയുമായിട്ട്, അദ്ദേഹത്തിൻ്റെ ഭാര്യ കൊറിയക്കാരിയായിരുന്നു, മിസ് നോസാൻ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. അദ്ദേഹം കൊറിയയിൽ ഭാര്യയോടൊപ്പം ജീവിക്കുന്ന സമയത്ത് കൊറിയയിൽ ധാരാളം ആളുകളുമായിട്ടും അദ്ദേഹത്തിന് നല്ല സൗഹൃദമെല്ലാം ഉണ്ടായി. അപ്പോൾ ഒരു കൊറിയൻ കമ്പനി ഇന്ത്യയിൽ അവർ ജോലിക്ക് പോകുമ്പോൾ അവർക്ക് അവിടെ ഒരു കമ്പനി സ്ഥാപിക്കുന്നു. അപ്പോൾ അവർക്ക് സഹായത്തിനായിട്ടൊരാളെ ആവശ്യം. ഇന്ത്യയിലെ ഭാഷയും സംസ്കാരവും അവിടുത്തെ കാര്യങ്ങളുമൊന്നും അറിയില്ല. അപ്പോൾ അത്തരം കാര്യങ്ങൾക്ക് സഹായിക്കുവാനായിട്ടൊരാളെ വേണം എന്ന് ഈ മിസ് നോസാൻ, എൻ്റെ ഭാര്യയുടെ സുഹൃത്ത്, അദ്ദേഹത്തിന് അറിവ് കിട്ടുന്നു. അപ്പോൾ ആ ഒരു ജോലി കാര്യത്തെപ്പറ്റി ഞങ്ങൾ കൂടുതൽ ചർച്ച ചെയ്യുന്നു. അപ്പോഴാണ് അറിയുന്നത് അത് LG, കൊറിയൻ കമ്പനിയായ LG കമ്പനിയാണ്. അവർ ഇന്ത്യയിലെ പൂനെയിൽ, മഹാരാഷ്ട്രയിലെ പൂനെയിൽ ഒരു ഫാക്ടറി സ്ഥാപിക്കുന്നു. മൊബൈൽ ഫോൺ നിർമ്മാണമാണ് അവരുടെ ഉദ്ദേശം. അപ്പോൾ ആ ഫാക്ടറിയിലേക്കുള്ള ഉപകരണങ്ങൾ, മിഷനറീസ് എല്ലാം ജപ്പാനിലുള്ള ഒമറോൺ എന്ന് പറയുന്ന ഒരു വലിയ കമ്പനിയിൽ നിന്നാണ്. അവിടുത്തെ മിഷനറീസ് മുഴുവൻ കൂടുതലും ഈ ജപ്പാൻ കമ്പനിയുടെ മിഷനറികളാണ് ഗുണനിലവാരത്തിലൊക്കെ വളരെ മെച്ചം. അതുകൊണ്ട് ഇവിടെ നിന്നും മിഷനറികൾ വാങ്ങുന്നു. അപ്പോൾ ആ മിഷനറികൾ അവിടെ ഇൻസ്റ്റാൾ ചെയ്ത് എല്ലാം ഫാക്ടറി പ്രവർത്തനം സജ്ജമാകുന്നത് വരെയും ജപ്പാനിൽ നിന്നുള്ള എൻജിനീയേഴ്സ് അവരുടെ സാന്നിധ്യമോടെ ഉണ്ടാവും. അതുപോലെ കൊറിയയിൽ നിന്നുള്ള ധാരാളം എൻജിനീയേഴ്സ് ഉണ്ടാവും. അപ്പം അവർക്ക് ഭാഷയുടെ പ്രശ്നമുണ്ട്. അവർക്ക് ഇന്ത്യയാണ്, അവർക്ക് പരിചയമില്ലാത്തൊരു രാജ്യമാണ്. അപ്പോൾ അവരെ ഗൈഡ് ചെയ്യുന്നതിനും അവർക്ക് വേണ്ട സഹായങ്ങൾ ചെയ്തു കൊടുക്കുന്നതിനുമായിട്ടുള്ള ഒരു തസ്തിക സൃഷ്ടിച്ച് എന്നെ അവിടേക്ക് നിയമിക്കാമെന്ന് അവർ തീരുമാനിക്കുകയാണ്. അങ്ങനെ ഞാൻ ഈ കുമാരിക്കറിയിലെ 2 വർഷത്തെ എൻ്റെ ജോലി അവസാനിപ്പിച്ച് ഞാൻ ഈ കൊറിയൻ കമ്പനിയുടെ കൂട്ടത്തിൽ ചേർന്ന് ഞാൻ പൂനെയിലേക്ക് പോവുകയാണ്. പൂനെയിൽ അങ്ങനെ പോകുമ്പോൾ എനിക്ക് പൂനെ എന്ന് പറയുന്നത് വേറൊരു രാജ്യം പോലെയാണ്. നമുക്ക് ജപ്പാൻകാർക്കോ കൊറിയക്കാർക്കോ ഒന്നും മനസ്സിലാകില്ല. ഞാൻ ഇന്ത്യക്കാരനെന്നാണ് അവർ ധരിക്കുമ്പോൾ ഇന്ത്യ മുഴുവൻ ജപ്പാനോ അല്ലെ കൊറിയ പോലെ ഒരു രാജ്യം എന്ന രീതിയിലാണ് അവർ കാണുന്നത്. എന്നാൽ ഒരു മലയാളിയായി എന്നെ സംബന്ധിച്ചിടത്തോളം പൂനെ എന്ന് പറയുന്നത് വേറൊരു രാജ്യമാണ്. അവിടുത്തെ ഭാഷ, അവിടുത്തെ സംസ്കാരം ഇതൊന്നുമായിട്ട് എനിക്ക് യാതൊരു ബന്ധവുമില്ല. അപ്പം ഞാനും എനിക്ക് മനസ്സിലാ ഒരു പേടിയുണ്ട്. എന്നാലും ഇന്ത്യക്കാരനാണ് എന്നുള്ള ഒരു
കോൺഫിഡൻസിൽ എനിക്ക് അവിടെ പല കാര്യങ്ങൾ ചെയ്യാൻ പറ്റും എന്നുള്ള ഒരു ധാരണയിലാണ് ഞാനും നിൽക്കുന്നത്. അപ്പോൾ എനിക്ക് അവിടെയും സൗഹൃദം, എൻ്റെ സുഹൃത്ത് വലയവും ആ നെറ്റ്വർക്കുമാണ് എന്നെയും അവിടെയും സഹായിച്ചത്. ഞാൻ ഓർക്കുന്നു, ഒന്ന് ബോംബെയിലുണ്ടായിരുന്ന മനോജ് ഇപ്പോഴും ബോംബെയിൽ നല്ല ഒരു ഫാക്ടറിയും ഒരു ജോലിയുമായിട്ട് അവിടെ നല്ല ബിസിനസ്സിൽ വളരെ വിജയിച്ച് നിൽക്കുന്ന ഒരു മനോജുണ്ട്. ആ മനോജിനെ ഞാൻ വിളിച്ച് പറയുന്നു, എനിക്ക് പൂനെയിലേക്ക് ഇങ്ങനെ ജോലിക്ക് വരേണ്ട ആവശ്യമുണ്ട്, അപ്പോൾ വേണ്ട സഹായത്തിന് എന്തെങ്കിലും സൗകര്യങ്ങൾ ചെയ്തു തരണം. അപ്പോൾ ആ മനോജ് ഉടൻ തന്നെ മനോജിൻ്റെ ഡ്രൈവറായിരുന്ന ഒരു സമീറിനെ എനിക്ക് പരിചയപ്പെടുത്തി തരുന്നു. അങ്ങനെ ഞാൻ ബോംബെയിൽ എത്തുന്നു. ബോംബെയിൽ എത്തുന്ന നാൾ മുതൽ ഈ സമീറിന് വാഹനം, ഞങ്ങൾ അന്ന് മുതൽ കമ്പനി ആവശ്യത്തിനായിട്ട് വാടകയ്ക്ക് വാഹനവും വേണം. അപ്പോൾ ആ വാഹനത്തോടു കൂടി ഈ സമീർ എന്ന ആ ഒരു ഡ്രൈവറിനെ ഞങ്ങൾക്ക് കിട്ടുന്നു. അതോടുകൂടി എനിക്ക് പൂനെയിലേക്കുള്ള യാത്രയും അതുപോലെ പൂനെയിൽ വന്ന കാര്യങ്ങൾ എല്ലാം തുടങ്ങുന്നതിന് അവിടെ അപ്പാർട്ട്മെൻറ്റ് കണ്ടുപിടിക്കണം, അവർക്ക് താമസ സൗകര്യം ഉണ്ടാക്കണം. അതുപോലെ ഈ കമ്പനിയിലേക്ക് വരുന്ന കൊറിയൻ എഞ്ചിനീയർമാർക്ക്, ജപ്പാൻ എഞ്ചിനീയർമാർക്ക് വേണ്ട എല്ലാവിധ താമസ സൗകര്യവും ഭക്ഷണ സൗകര്യവും എല്ലാം ഒരുക്കി കൊടുക്കേണ്ട എല്ലാ ഉത്തരവാദിത്വവും അന്ന് എനിക്കായിരുന്നു. അങ്ങനെ അവരുടെ കൂട്ടത്തിൽ വീണ്ടും അവിടെ പൂനെയിൽ ഒരു കുറേ കാലം കഴിഞ്ഞു. കൊറിയൻ കമ്പനിയിൽ LG കമ്പനിയിൽ അവരുടെ താമസിക്കുമ്പോൾ ഞങ്ങൾ അവിടെ മകർപട്ട സിറ്റി എന്ന് പറയുന്ന പൂനെയുടെ മകർപട്ട സിറ്റി, അവിടെ ഒരു വളരെ നല്ല ഒരു പുതിയ ഒരു റെസിഡൻഷ്യൽ ഏരിയ ആയിരുന്നു. അവിടെയാണ് എൻജിനീയേഴ്സും ഒക്കെ കൂടുതലായിട്ട് താമസിച്ചിരുന്നത്. അവിടെയാണ് ഞങ്ങൾ പല വീടുകൾ ഒരുമിച്ച് വാടകയ്ക്ക് എടുത്തുകൊണ്ട് എൻജിനീയർമാർക്ക് താമസിക്കുന്നതിന് വേണ്ടിയുള്ള സൗകര്യങ്ങൾ ഒരുക്കി അവിടെ കഴിഞ്ഞ അവിടുത്തെ ഓർമ്മകളും അവിടുത്തെ പിന്നീടുള്ള പൂനെയിലെ എൻ്റെ അനുഭവങ്ങളുമായിട്ട് ഞാൻ അടുത്ത വീഡിയോയിൽ വരാമെന്ന് വിചാരിക്കുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം.